കൊടുക്കാനുണ്ട്. സർ, ഞാൻ പോവുകയാണ്. എന്റെ കുഞ്ഞെ, ഇന്ധനം ഇടുന്നത് കൊണ്ടാണ് റോഡിൽ വണ്ടിയെല്ലാം ഓടുന്നത്. ഇപ്പൊ എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാണ് നീ വീട് വിട്ട് പോകുന്നത്? ഓഹോ, ഞാൻ വീട് വിട്ട് പോവുകയല്ല, ബ്യൂട്ടി പാർലറിലേക്ക് പോവുകയാണ്. നീണ്ടു നിവർന്ന് പൊങ്ങി വളരുന്നതൊക്കെ തെങ്ങാണോ? ഇത്രയും കളറിട്ട് നീ എന്താ പോളാർ ബിയർ ആകാൻ പോവുകയാണോ? അടി കൈ. കാതിൽ കയറാതെ നോക്കണം എപ്പോഴും വണ്ട്. ഞാൻ പറഞ്ഞ കവിത കേട്ട് നീ കൈയടിച്ചതിൽ സന്തോഷമുണ്ട്. അടി കൈ. ഓക്കെ സർ, ബൈ, സീ യു സൂൺ. എന്റെ തല ഇപ്പൊ തല്ലിപ്പൊളിക്കുന്നത് പോലെയുണ്ട്. ആരാണ് എന്റെ കഥക് തല്ലിപ്പൊളിക്കുന്നത്? അയ്യോ, തുണി ഉണക്കാൻ ഞങ്ങൾ പുറകിൽ കെട്ടിയിരിക്കുകയാണ്. വയറ്, നീ ആരാണെന്ന് വേഗം പറയൂ. ഞാനാണ് ഗോഗോ ഗൊറില്ല. പറയൂ, ആര്? ഗോഗോ ഗൊറില്ല. അതോടൊപ്പം നിന്റെ അടുത്ത് എനിക്കൊരു ചെറിയ പണിയുണ്ട്. എന്തുണ്ട്? ആ, ജോലിയുണ്ട്. എന്ത് ജോലിയാ അത്? വാഴപ്പഴം ഉരിച്ചു തരണം. വാഴപ്പഴം ഉരിക്കുന്നത് അത്ര ചെറിയ പണിയൊന്നും അല്ല. ശരി, എന്നാ ഒരു കാര്യം പറയൂ, നീയാണോ ഖന്ന? അതെ. ഇറ്റ്സ് എ ജോക്ക്. ചിരി വരുന്നില്ല. ശരി, വിട്ടേക്ക്, ഞാൻ തന്നെ തിരിച്ചേക്കാം. എന്റെ ബോസ് എന്നോട് പറഞ്ഞു നിന്റെ അടുത്ത് 1000 തേങ്ങ മേടിച്ചോണ്ട് ചെല്ലാൻ. വേഗം എനിക്ക് 1000 തേങ്ങ താ, ഞാൻ എണ്ണാൻ പോവുകയാണേ. 1, 2, 10. എടോ, 1000 തേങ്ങയൊന്നുമില്ല. ഈ വീട്ടിനത് വെളിച്ചെണ്ണ പോലും ഇല്ല. ഞാനൊന്ന് മാറിയേ. ഇവിടെ തേങ്ങയുണ്ടോന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്റെ അടുത്താണോ കള്ളം പറയുന്നത്? ഇവിടെ തേങ്ങയുണ്ടോ ഇല്ലയോ എന്ന് ഞാൻ കണ്ടുപിടിച്ചിട്ടേ പോവുള്ളൂ. തേങ്ങ എവിടെ പോയി? എവിടെ പോയി 1000 തേങ്ങകൾ? വേഗം പറ, തേങ്ങ എവിടെയാണെന്ന്. എവിടെയാണ് 1000 തേങ്ങകൾ? നീ എന്തൊക്കെ ശ്രമിച്ചാലും ശരി, ഞാൻ തന്നെ ജയിക്കും. അണി, കുറച്ച് വെള്ളം താടാ. പിടിച്ച വെള്ളം ഇതാ. ഗ്ലാസ് ഇല്ലാതാണോടാ വെള്ളം തരുന്നേ? ഇപ്പൊ തന്നേക്കാം. ഇന്ന പിടിച്ചോ. എടാ മര കഴുത, ഗ്ലാസിനകത്ത് വെള്ളം ഒഴിച്ചു തരാനാ പറഞ്ഞത്. ഓ, നീ അതായിരുന്നു ഉദ്ദേശിച്ചത്. ഇന്ന പിടിച്ചോ. എടാ അങ്ങനല്ല, പതുക്കെ തരാനാ ഞാൻ പറഞ്ഞത്. എന്തോന്ന്? എടാ വെള്ളം. നീ ഗ്ലാസിനെ കുറിച്ച് എന്നോട് പറഞ്ഞില്ലല്ലോ പാപ്പട്ടെ. അയ്യോ, ഈ മണ്ടനെ ഞാൻ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാനാ? നിക്ക്, ഞാൻ ഇപ്പൊ വരാം. ഇങ്ങനെയാണ് വെള്ളം കൊടുക്കേണ്ടത്. നോക്ക്. താങ്ക് യു. ഗ്ലാസ് കൊണ്ടുപോയി വെക്കുമ്പോ നിന്റെ ദാഹം ശമിക്കുന്നവരും നീ അവിടെ നിന്ന് വെള്ളം കുടിച്ചോ. നീയൊക്കെ ഏത് ലോകത്തുനിന്നാ വരുന്നതെന്ന് ഒരു പിടിയില്ല. സമയത്തിന് വെള്ളം പോലും കുടിക്കുന്നില്ലല്ലോ നീ. ഞാൻ ഏത് ലോകത്തുനിന്നാ വരുന്നത് കാണിച്ചു. തേങ്ങ എവിടെയും ഇല്ലല്ലോ. എന്റെ അമ്മേ, എല്ലാം നശിപ്പിക്കുന്ന തോന്നുന്നേ. ഇനിയൊന്നും നടക്കില്ല. വേഗം ഹണിയും മണിയും വിളിച്ചേക്കാം, അതാ നല്ലത്. ഹലോ, എന്താ കന്ന സാറേ? എന്താണെന്ന് വേഗം പറയൂ. എന്താണ് കാര്യം? നന്നായിട്ട് പഠിക്കുന്നത് നമുക്ക് കിട്ടിയ വരമാണ്. ഒരു ഗൊറില്ല കാരണം എന്റെ വീട് തന്നെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. എടാ അടി കയ്യ്. പക്ഷെ അതിനു മുൻപ് വേഗം ഇങ്ങോട്ട് വന്നേര്. എന്താ പറ്റിയ സാറേ? എടാ, ഒരുത്തിന് 1000 തേങ്ങ വേണം അത്രേ. ഞാൻ എവിടുന്ന് കൊണ്ടുവരാൻ ഈ 1000 തേങ്ങ? ശരി സാറേ, സാർ അവിടെ തന്നെ നിൽക്ക്. ഞങ്ങള് ദേ ഇപ്പൊ വന്നേക്കാം. കൂട്ടുകാരെ, സാറ് ഭയങ്കര അപകടത്തിലാണ്. ഒരു ഗൊറില്ല അദ്ദേഹത്തോട് 1000 തേങ്ങ ചോദിക്കുന്നു. എന്റെ കൊച്ചളിയ, ഇതിനകത്ത് എന്താ ഇത്ര വലിയ കാര്യമുള്ളത്? ഖന്ന സാറിനോട് പറഞ്ഞേക്ക് ഉടനെ തന്നെ അയാൾക്ക് 1000 തേങ്ങ കൊടുക്കാനായിട്ട്. എടാ കഴുതേ, അതിന് അദ്ദേഹം 1000 തേങ്ങ എവിടെ നിന്ന് കൊണ്ടുവരുവാടാ? അവിടെ എന്തോ പ്രശ്നമുണ്ട്. നമുക്ക് ഉടൻ തന്നെ അങ്ങോട്ട് പോയേ മതിയാവൂ. വാ, വേഗം വാ. പോകാം. ഇത്രയും ദേഷ്യത്തോട് നോക്കുമ്പോ അത് ഗൊറില്ലയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഗൊറില്ല തന്നെയാണ്. പക്ഷെ ഈ വീട്ടിലെന്താണ് ചെയ്യുന്നത്? ഞാൻ തന്നെ പറഞ്ഞേക്കാം. നമ്മുടെ ബോസ് കണ്ണീർ അടുത്ത് 1000 തേങ്ങ മേടിച്ചോണ്ട് വരാൻ പറഞ്ഞു. എന്നാൽ ഇദ്ദേഹം തരുന്നില്ല. എന്തില്ല? അതെ, തരുന്നില്ല. ഇയാളോട് പറയൂ 1000 തേങ്ങ തരാനായിട്ട്. എന്ത് പറയണം? 1000 തേങ്ങ തരാൻ. പിന്നെ ഞാനാണ് ഗോഗോ ഗൊറില്ല. ഇടിച്ചാൽ നിങ്ങളൊക്കെ ചമ്മന്തിയാകും. എന്താകും? പുട്ടുംപയറും. ഞാൻ ചമ്മന്തി എന്നാ പറഞ്ഞത്.
അറിയാലോ, പിന്നെ എന്തിനാ വെറുതെ ഇങ്ങനെ ചോദിക്കുന്നേ? ട്രെയിനിൽ പോകുമ്പോ ടി കൊണ്ട് പോലും ടിക്കറ്റ് കൺഫേം ചെയ്യാൻ പറ്റുന്നില്ല. ഇയാൾ പറയുന്നത് ഞങ്ങൾ കൺഫേം ചെയ്യും അത്രേ. സംശയമുണ്ടോ? ഗോഗോ ഗൊറില്ല, നിങ്ങൾക്ക് എന്തോ കൺഫ്യൂഷൻ ആയിരിക്കാണ്. കന്നാ സാർ വേണമെങ്കിൽ 1000 കവിതകൾ എഴുതും. തേങ്ങയൊന്നും കിട്ടില്ല. എനിക്കിപ്പൊ തന്നെ കന്നയുടെ അടുത്ത് 1000 തേങ്ങ കിട്ടിയേ മതിയാവൂ. ഇല്ലെങ്കിൽ എന്റെ ബോസ് എന്നെ പിടിച്ച് കിളി പൊട്ടും. ഞാൻ നിന്നോടൊപ്പം വരാം. ഇക്കിളി കൂട്ടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. എടാ തലകുത്തനെ കെട്ടിയിട്ട് അയാൾ ഇക്കിളി പൊട്ടുന്നത്. അയ്യോ എന്റെ അമ്മച്ചി. കന്നെ, നീ എനിക്ക് 1000 തേങ്ങ തരുന്നുണ്ടോ അതോ ഇല്ലയോ പറയാ. അയ്യോ ഇവൻ വല്ലാത്ത ദേഷ്യത്തിലാണ്. നമുക്ക് ഉടൻ തന്നെ കന്നാസാറിനെ കൊണ്ട് ഇവിടെ നിന്ന് വേഗം പോണം. എടാ എങ്ങോട്ടാ നിങ്ങൾ ഈ ഓടുന്നതാ? എവിടെ പോയി? ഇവിടെ ഒളിച്ചിരിക്കുകയാണോ? നിക്ക്, ഞാൻ ആരാണെന്ന് കാണിച്ചു തരാം. എടാ മാങ്ങയ്ക്ക് പോരെ എങ്ങനെയാടാ തേങ്ങ വീഴുന്നത്? വണ്ടിക്കുണ്ട് ടയറ്, വീട്ടിലുണ്ട് പയറ്. എന്റെ അടുത്ത് കളിച്ചാൽ കളി എന്താണെന്ന് ഞാൻ പഠിപ്പിക്കും. കാരണം ഞാനാണ് ബാഡ് മങ്കി. ഉണ്ട്. ഒന്ന് ചവിട്ടി വിടോ, ഒന്ന് വേഗം പോ. ദേ കണ്ടോ, അവൻ പുറകെ വരുന്നുണ്ട്. അതെ, ഞങ്ങളോടൊപ്പം വരാൻ വേണ്ടി ഓടി വരികയാണോ? എന്റെ കൈ പിടിച്ച് കേറ്, വേഗം കേറ്, പാ. അവൻ എന്തിനാണ് ഓട്ടോയ്ക്കകത്ത് കയറ്റിയത്? ഓട്ടോയ്ക്കുള്ള കാശ് മൊത്തത്തിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കാലോ, അതുകൊണ്ടാ. കാശ് ഇങ്ങനെയൊക്കെ മിച്ചം പിടിക്കാൻ പറ്റൂ. കാശിന്റെ കാര്യമൊക്കെ പിന്നെ നോക്കാം. ആദ്യം നമുക്ക് കന്നാ സാറിനെ രക്ഷിക്കണം. ഏയ്, വണ്ടി നിർത്താ. സാറേ കാശ് കാശ് തരാനാ പറഞ്ഞേ. നിന്റെ പൈസ. ഇതെന്താ? ചില്ലറ തിരിച്ചു തന്നാ സാറേ. അടിപൊളി. ആഹാ, നിനക്ക് ചിരി വരികയാണല്ലേ? മിണ്ടല്ലേ, നമുക്ക് കന്നാസാറിനെ രക്ഷിച്ചേ മതിയാവൂ. അദ്ദേഹത്തെ ഒറ്റയ്ക്കാക്കാൻ പാടില്ല. അന്നെ, എനിക്ക് മര്യാദക്ക് തേങ്ങതാ. ഇനി ഞാൻ വെറുതെ ഇരിക്കാൻ പോകുന്നില്ല. ഈ ഗോറിലേക്ക് ഞാൻ ആരെന്ന് കാണിച്ചു കൊടുക്കാൻ പോവാ. അയ്യോ എന്റെ അമ്മച്ചി, ഞാൻ ശാന്ത സ്വഭാവക്കാരനാണ്. പക്ഷെ എനിക്കിപ്പോൾ ദേഷ്യമാണ് വരുന്നത്. നിങ്ങളെല്ലാവരും എന്റെ മൂക്കിന്റെ മുകളിൽ ദേഷ്യം വരുത്തിച്ചിരിക്കുകയാണ്. എവിടെയാണ്? മൂക്കിൽ. ഇപ്പൊ നിങ്ങളെ എല്ലാവരെയും ഞാൻ പപ്പടമാക്കും. എന്താക്കും? പപ്പടം. ഇവൻ എന്തുമാത്രം ചോദ്യങ്ങളായി ചോദിക്കുന്നത്. ഇതാണ് അവസ്ഥയെങ്കിൽ മാസാവസാനം ഇവൻ ട്യൂഷൻ ഫീസ് കൂടി ചോദിക്കും. ബോസ് കന്നയോട് 1000 തേങ്ങയാണ് ചോദിച്ചിരിക്കുന്നത്. ഞാനത് കൊണ്ടുപോയില്ലെങ്കിൽ അയാൾ എന്നെ ചോക്ലേറ്റ് തീറ്റിക്കും. കുഴപ്പമില്ല, ഞാൻ നിന്റെ കൂടെ വരാം. എനിക്ക് ചോക്ലേറ്റ് എന്ന് വെച്ചാ വലിയ ഇഷ്ടാണ്. ഹീറ്ററിന്റെ പുറത്തിരുത്തിയാണ് അദ്ദേഹം ചോക്ലേറ്റ് തീറ്റിപ്പിക്കുന്നത്. ഇയാൾ ചെയ്ത തെറ്റിന് നിങ്ങൾ എല്ലാവരും ശിക്ഷ അനുഭവിക്കണം. വരൂ, എന്റെ കൂടെ വരൂ. കന്നാസാറിനെ രക്ഷിക്ക്. Attack! അടിപൊളി അടിപൊളി, എന്തൊരു അടിയാണിത്. ഇന്നത് ചിരിക്കുകയാണല്ലേ? ഞാൻ ആരാണെന്ന് ഇപ്പൊ കാണിച്ചു തരാം. ഇവരെല്ലാം ബോസിന്റെ ഓഫീസിൽ കൊണ്ടുവരണം. ഇവിടെ കൊണ്ടുവരണം. ഞാനിത് ഇവരോട് ചോദിക്കുന്നത്? അഡ്രസ് എനിക്ക് മാത്രമല്ലേ അറിയാവൂ. ഇങ്ങോട്ട് നോക്കുമോനെ, ഞാൻ നിന്നോട് ചോദിച്ചത് തേങ്ങയാണ്. തേങ്ങ കൊണ്ടുവരാൻ പറഞ്ഞ താൻ തേങ്ങ കൊണ്ടുവരണം. അല്ലാതെ തേങ്ങയ്ക്ക് വരാൻ വെറുതെ എന്തിനാണ് ഇവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? എന്താ കാര്യം പറയേ? എന്റെ ചേട്ടായി, മീൻ പിടിക്കും എന്ന് രാവിലെ കുട്ടയ്ക്ക് ഞങ്ങളോട് ക്ഷമിച്ച് ഞങ്ങളെ വിട്ടേക്ക്. അല്ല എടാ, ഇവനാരാണ്? നിങ്ങൾ 1000 തേങ്ങ വേണമെന്ന് ചോദിച്ചിരുന്നില്ലേ? അത് കിട്ടാത്തത് കൊണ്ടാണ് ഇവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. എന്റെ തേങ്ങ തന്നില്ലെങ്കിൽ ഇവന്മാരെ വെറുതെ വിടാൻ പാടില്ല. ഈ അന്നയെ വെറുതെ വിടാൻ പാടില്ല. നന്നായിട്ട് തല്ല്. എന്റെ ബോസേ, ഇവൻ അന്നയല്ല, ഇവന്റെ പേര് കന്ന എന്നാണ്. കന്നയോ? കന്നയാരാണ്? മണ്ടമാരെ, പേരറിയാതെയാണോ ഇദ്ദേഹത്തെ തല്ലിയത്? ഇദ്ദേഹം അന്നയല്ല, ഖന്നയാണ്. ഖന്ന സാബ്.
അതെ ബോസ്, ഇത് ഹന്നയല്ല ഖന്നയാണ്. എടാ മോനെ, വലിയ കാതുണ്ടായിട്ട് കാര്യമില്ല. പറയുന്നതൊക്കെ ശ്രദ്ധിച്ച് കേൾക്കണം. നീ കേട്ടതാണ് തെറ്റ്. ഞാൻ ഖന്നയോടല്ല, അടുത്ത വീട്ടിലെ അന്നയോടാണ് 1000 തേങ്ങ വാങ്ങിച്ചുകൊണ്ടുവരാൻ പറഞ്ഞത്. എന്നോട് ക്ഷമിക്കൂ. വീട്ടിൽ അച്ഛൻ ഉറങ്ങുന്ന സമയത്താണ് എന്നോട് ഈ കാര്യം പറഞ്ഞത്. അങ്ങനെ കുറുന്ന് കൂർക്കം വലിച്ചപ്പോൾ അന്ന ഖന്നയായി മാറിപ്പോയി. ഇത്രയും വൃത്തിയായിട്ട് ആരെ കൊണ്ട് കള്ളം പറയാൻ കഴിയില്ല. ദാ നോക്കും മോനെ, അറിയാതെ പറ്റിയ തെറ്റാണ്, ക്ഷമിച്ചേക്ക്. ഞങ്ങൾക്ക് മനസ്സിലായി, പക്ഷെ ക്ഷമിക്കേണ്ടത് കന്ന സാറാണ്. ചക്ക കൂട്ടി കറി വെച്ചാൽ നാട് മുഴുവൻ മണക്കണം. തെറ്ററിഞ്ഞ് മാപ്പ് ചോദിക്കുമ്പോൾ നമ്മൾ ക്ഷമിക്കണം. ഓക്കെ, ഞാൻ ക്ഷമിച്ചു. എന്തായാലും നല്ല കാര്യം തന്നെയാണ്, കന്ന സാർ രക്ഷപ്പെട്ടു. ഞാൻ ചെയ്തത് വലിയ തെറ്റ് തന്നെയാണ്. എനിക്ക് മാപ്പ് തരൂ. എന്ത് തരൂ? ഓട്ടോ, ഞാൻ മാപ്പെന്നല്ലേ പറഞ്ഞത്? ഞങ്ങൾക്ക് വീട്ടിലേക്ക് പോകണം. അതിനൊരു ഓട്ടോ പിടിക്കാനാ ഞാൻ പറഞ്ഞത്.